മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. യെസ്, തമ്പിൽ കണ്ടതുപോലെ തന്നെ ഞെട്ടുണ്ടാവും. ഈ ഗ്രൂപ്പ് ഡിക്ക് വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ ശരിയാവും, ഇവരാണോ റെയിൽവേ ലോബി? നമ്മൾ തന്നെയാണ് ആ ലോബി റെയിൽവേക്ക്, വേറെ ഒരു ഡൗട്ടും ഇല്ല അതിനകത്ത്. ഓക്കെ, അപ്പോൾ നോക്കി ഇതിനകത്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ NDPC ഗ്രാജുവേറ്റ്, NDPC അണ്ടർ ഗ്രാജുവേറ്റ്, ഇതിന് ടോട്ടൽ എല്ലാം കൂടെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? NDPC ഗ്രാജുവേറ്റും NDPC അണ്ടർ ഗ്രാജുവേറ്റും കൂടെ ചേർത്തിട്ട് ഏതാണ്ട് 4500ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ റെയിൽവേ എക്സാം കണ്ടക്ട് ചെയ്തത്. 1, 2, 3 ഒന്നുമല്ല, 4500 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് ഈ കാണുന്ന പോലെ കണ്ടായിരുന്നോ, ഇതിപ്പോ ഫസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്നത് പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്നത് ഇപ്പൊ പൊളിറ്റി അണ്ടർ ഗ്രാജുവേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ പൊളിറ്റി മാത്രം അണ്ടർ ഗ്രാജുവേറ്റ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 300 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസിന് കിട്ടും. ഇപ്പൊ കഴിഞ്ഞ 2025 റെയിൽവേ NDPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ കേസ് മാത്രം പറയണം. അതേപോലെ ഗ്രാജുവേറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പൊളിറ്റി മാത്രം എടുക്കുകയാണെങ്കിൽ 300 ക്വസ്റ്റ്യൻസ് കിട്ടും. അതേപോലെ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കറണ്ട് അഫയേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും. അപ്പൊ 4500 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്നത്. ഏതിനൊക്കെ കൂടെ ചേർത്തിട്ട് NDPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ചേർത്തിട്ട് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ലെങ്കിൽ അതേപോലെയുള്ള ചെറിയ മാറ്റങ്ങൾ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, താഴ്ന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഗ്രൂപ്പ് ഡിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ, ഈ 4500 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയാൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് ജോലി ഷുവറാണ്. ഗ്രൂപ്പ് ഡി നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പൊ അത് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ തരികയാണ്. ഓരോ ദിവസവും 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോ ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സെറ്റ് വെച്ചിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ SSC RRB ടെലഗ്രാം ചാനൽ നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ പോവുകയാണ്. എടാ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രധാനപ്പെട്ട ടെലഗ്രാം ചാനലല്ല, അതേതാണ്ട് ഒരു 40,000-ഓളം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ഞാൻ ഈ പറയുന്നത് SSC RRBക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടെലഗ്രാം ചാനലിലാണ് നമ്മൾ എല്ലാ ദിവസവും തരാൻ പോകുന്ന Day 1, Day 2, Day 3, Day 4, Day 5 അങ്ങനെ അങ്ങോട്ട് തരാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇനി അങ്ങോട്ടുള്ള 50 ദിവസവും നമ്മൾ നിങ്ങൾക്ക് ഈ ഫുൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് പോലെ തന്നുകൊണ്ടിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആപ്പിൽ കയറിയിട്ടും എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. അപ്പൊ അതൊരു CBT ബേസ്ഡ് എക്സാം ആയിട്ട് മാറും. നിങ്ങളുടെ ടൈമും ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, ഇത്രയും സ്പീഡിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പൊ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആപ്പിലത്തേക്ക് കയറി നോക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്റ്റുഡൻസിനും, നമുക്കുള്ള സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അവരും എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ പിള്ളേരെ നമ്മളെ കഷ്ടയ്ക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഉറച്ച പ്രതീക്ഷകളാണ് അവരൊക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇതാരെങ്കിലും ചെയ്തു തരുന്നുണ്ടോ കേരളത്തിൽ? ഒരിക്കലുമില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ സോർട്ട് ചെയ്തെടുക്കുക, കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞൊരു ഹിമാലയൻ ടാസ്ക് ആണ്. അപ്പൊ എല്ലാവരും വന്ന് ചെയ്യുന്ന എന്താണ്, അവിടെ നോക്കി ഇങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കുക, ഇതാ പോകുന്നു. പക്ഷെ സൂപ്പർ നോട്ട്സ് അങ്ങനെയല്ല. ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് ഒരു 11 മണിക്കൂറിന്റെ മാരത്തോൺ കണ്ടക്ട് ചെയ്ത ആരാണ്? സൂപ്പർ നോട്ട്സ് ആണ്. ഇതേപോലെ NDPCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, NDPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആരാണ്? സൂപ്പർ നോട്ട്സ് ആണ്. അതിനുവേണ്ടി സെഷൻസ് കൊടുക്കുന്ന ആരാണ്? സൂപ്പർ നോട്ട്സ് ആണ്. ഒരു മാറ്റം, ഒരു കേസ് ആയിക്കോട്ടെ, അപ്ഡേറ്റ് ആയിക്കോട്ടെ, എന്ത് മാറ്റം വന്നാലും നിങ്ങൾ ആദ്യം അറിയിക്കുന്ന ആരാണ്? സൂപ്പർ നോട്ട്സ് ആണ്. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. SSC RRB ഈ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം നമ്മൾ തകർക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോടാ. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ ആപ്പിൽ കയറി വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ PDF-ന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പീഡും ബാക്കിയെല്ലാം കൂട്ടിയേ കൊണ്ടുപോകാം. അപ്പൊ ഈ ഒരു അവസരം ആരും മിസ്സാക്കണ്ട. അറിയിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ എന്ത് ചെയ്തു ഒന്ന് അറിയിച്ചോ. പറ്റാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് ആയിക്കൂടാ. അപ്പോൾ എല്ലാവർക്കും അതിന്റെ പ്രയോജനം കിട്ടും. നിങ്ങളെ മനസ്സിനകത്ത് ഇപ്പൊ തന്നെ ആക്കുക, ഞാനായിട്ട് ഒരിക്കലും കോമ്പറ്റീഷൻ കിട്ടത്തില്ല സാറേ, അതല്ലേ മനസ്സിനകത്ത്. നോക്കെ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ വലിയ മനസ്സ് കാണിക്കുകയാണെങ്കിൽ നമുക്കതിന്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ഒന്ന് സ്റ്റാറ്റസ് ആക്കി വയ്ക്കുക. പിന്നെ അതേപോലെ ഫ്രണ്ട്സിനേക്ക് ഒന്ന് അറിയിച്ചേക്കുക. സൂപ്പർ നോട്ട്സിന്റെ SSC RRB ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അവിടെ നിങ്ങൾക്ക് അടിപൊളി നോട്ട്സ് കിട്ടും. അതേപോലെ തന്നെ ഇതേപോലെ ഡെയിലി ഉള്ള ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടും ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോ. സ്പീഡൊക്കെ കൂട്ടിക്കോ. നിങ്ങളായിരിക്കും ഫസ്റ്റ് റാങ്ക് നേടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നേരെ റെയിൽവേയുടെ വെബ്സൈറ്റിൽ പോയി കയറുക. വെബ്സൈറ്റിൽ കയറിയിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നേരെ ഇങ്ങനൊരു പേജിലേക്ക് പോകാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പേജിൽ പോകുമ്പോൾ 2 ഓപ്ഷൻ കാണിക്കും. സൈൻ ഇൻ വിത്ത് യുവർ RRB അക്കൗണ്ട്, ലോഗിൻ വിത്ത് ആധാർ ഓർ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊഫൈലിലോട്ട് കയറുക. യൂസർ നെയിം പാസ്വേഡും കൊടുത്താൽ മതി, കയറാൻ പറ്റും. ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ കൊടുത്താൽ മതി. അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഇവിടെ 3ാമത്തെ ടാബ് കണ്ടായിരുന്നു,
കണ്ടായിരുന്നോ? ജനറൽ ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി. അതിനകത്ത് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി സെർച്ച് ചെയ്ത് നോക്കിയാൽ ദാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടായിരുന്നോ മക്കളെ? കണ്ടോ? പ്രൊവിഷണലി അക്സെപ്റ്റഡ്, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് തകർത്ത് വെച്ച് പഠിച്ചോ. അപ്പോൾ നമ്മൾ ചിന്തിക്കും എക്സാം നീളത്തില്ലേ? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എക്സാം നീണ്ടാൽ അത്രയും ഭാഗ്യം, അങ്ങനെ എൻ്റെ കണ്ടോ. ഇങ്ങനെ നീണ്ടു പോയാൽ പിന്നെ നമ്മളൊന്നും പഠിക്കത്തില്ല. നമ്മളൊക്കെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളൊക്കെ പണ്ടൊക്കെ എങ്ങനെ ഒരു പണ്ട് പുറകിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ഗുഹയിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഗുഹാജീവികളായിരുന്നു മനുഷ്യരൊക്കെ. അപ്പൊ നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ പുറത്തു പോകും, വേട്ടയാടും, എന്നിട്ട് വിശപ്പൊക്കെ മാറിയിട്ട് തിരിച്ചു വരും. അടുത്ത് വീണ്ടും വിശക്കുമ്പോൾ എന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് വേട്ടയാടും, വീണ്ടും തിരിച്ചു വരും. അപ്പൊ മനുഷ്യന്റെ ഒരു ബേസിക് സ്വഭാവം എന്ന് വെച്ചാൽ അവൻ ആവശ്യത്തുള്ള സമയത്ത് മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ അത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ എക്സാമിന്റെ തലേ ദിവസം പോയി പഠിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ മനസ്സിനകത്ത് ഇപ്പോഴേ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ബാക്കിയൊക്കെ പണിയൊക്കെ ഉണ്ടെങ്കിൽ രാജിവെച്ചോ, എന്നിട്ട് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുവയ്ക്കോ. ഇതേപോലെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടത്തില്ല. കാര്യം ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി നോക്കുകയാണെങ്കിൽ NDPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, അതേപോലെ SSC, CGL, CHSL, MTS ഇത്രയും കൂടെ ചേർത്ത് വെച്ചാൽ പോലും ഗ്രൂപ്പ് ഡിയുടെ അത്ര വേക്കൻസി വരത്തില്ല. ചുമ്മാ ഇത്തിരി പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയാൽ നമുക്ക് ജോലി കിട്ടും. ഫിസിക്കലുള്ള പരീക്ഷയാണ്. ഒരുപാട് പേർക്ക് ഫിസിക്കലി ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും സാധ്യതകൾ മുമ്പിൽ കിടപ്പുണ്ട്. അത് മിസ്സാക്കാതെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്താൽ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു തകർപ്പൻ ഒരു മെന്റർഷിപ്പോട് കൂടിയുള്ള ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, നമ്മളൊന്ന് പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ. സൂപ്പർ നോട്ട്സിന്റെ റിവിഷൻ പ്ലസ് എന്ന ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ. ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ഈ നമ്പർ കണ്ടായിരുന്നോടാ, 8281223366. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം നമ്മൾ ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ചെറിയ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ, വെറും 1499 രൂപ മാത്രമേ വരുന്നുള്ളൂ. ആഞ്ഞു പഠിച്ചോ, എന്നിട്ട് സ്വപ്നം കണ്ടോ നിങ്ങൾ അടുത്ത വർഷം സർവീസിലൊക്കെ കയറി എന്താ പറയാ, അടുത്ത ഒരു ജനറേഷൻ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ നിങ്ങൾ വരുന്നു. അതൊക്കെ സ്വപ്നം കണ്ടോ, എഫേർട്ട് കൊടുത്തോ, നന്നായിട്ട് വർക്ക് ചെയ്തോ. ഫുൾ സപ്പോർട്ട് നമ്മൾ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.